പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി വഴിപാടുകൾ കാര്യങ്ങളൊക്കെ നേരും. അപ്പം വിവാഹശേഷം ഇത് വിവാഹം നടന്നു കഴിഞ്ഞിട്ട് ഈ ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്തില്ലെങ്കിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ. ഇപ്പോൾ ഒരുപാട് പേര് വിവാഹം നടക്കുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെ വിവാഹ തടസ്സം നേരിടുന്നവർക്ക് ഇതുപോലെ തന്നെ ചെറുതായിട്ട് ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങൾ. നമ്മൾ വിവാഹകാര്യത്തിനാണെങ്കിൽ ഏറ്റവും ആദ്യം പ്രാർത്ഥിക്കേണ്ടത് പാർവതി ദേവിയാണ്. സ്വയംവര മൂർത്തിയായിട്ടുള്ള പാർവതിയെ പ്രാർത്ഥിക്കുക. സ്വയംവര ഹോമം കഴിക്കുക, അല്ലെങ്കിൽ സ്വയംവര പൂജ കഴിക്കുക. സ്ത്രീകളാണെങ്കിൽ തിങ്കളാഴ്ച വ്രതം എടുത്ത് ശിവനെ പ്രാർത്ഥിക്കുന്ന രീതിയുണ്ട്. അങ്ങനെ വിവാഹ വിഷയത്തിന് ഒരുപാട് ഉമാമഹേശ്വര പൂജ ചെയ്യുക. അത് ശിവനെയും പാർവതിയെ ഒരുമിച്ചുള്ള പൂജയാണ്. അതൊക്കെ ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മഹാവിഷ്ണുവാണ് ഇതിൻ്റെ ഗ്രഹങ്ങളുടെ അധിപനായിട്ടുള്ള മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. വ്യാഴാഴ്ച വ്രതം എടുക്കുക. എത്രയോ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. 7 പ്രാവശ്യം ഗുരുവായൂർ മാസത്തിൽ തൊഴുത് വന്ന ആൾക്ക് 7ാം മാസം ആകുമ്പോഴത്തേക്ക് ഒരാളുടെ ഇപ്പം വിവാഹത്തിൻ്റെ കാര്യം നമ്മൾ നോക്കുക, 7ാം ഭാവമാണ്. 7ൽ പാപഗ്രഹങ്ങൾ ഉണ്ടെങ്കിലൊക്കെയാണ് സാധാരണ ജാതകത്തിൽ വിവാഹത്തിന് തടസ്സമൊക്കെ വരിക. അപ്പോൾ അതേതാന്ന് നോക്കിയിട്ട് അതിന് പരിഹാരം ചെയ്യണം. അതൊന്നും അല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയും സ്വയംവര മൂർത്തിയായിട്ടുള്ള പാർവതിയെ പ്രാർത്ഥിക്കുക, സ്വയംവര ഹോമം കഴിക്കുക. അതുപോലെ സ്വയംവര മന്ത്രം കൊണ്ട് തെച്ചിപ്പൂവ് ഗണപതി ഹോമത്തിൽ സ്വയംവര ആര് കളഞ്ഞ തെച്ചിപ്പൂവ് സ്വയംവര മന്ത്രം കൊണ്ട് ഹോമിക്കുന്ന രീതിയുണ്ട്. അത് ഈ വിവാഹ കാര്യത്തിന് ഏറ്റവും നല്ല കാര്യമാണ്. നമ്മളെ ഗണപതി ഹോമം എല്ലാ തടസ്സങ്ങളും നീക്കേണ്ട ആൾ ഗണപതിയാണല്ലോ. അപ്പം ഗണപതി ഹോമത്തിൽ തെച്ചിപ്പൂവ് ആര് കളഞ്ഞിട്ട് അത് നെയ്യിൽ മുക്കി ഹോമിച്ചാൽ, സ്വയംവര മന്ത്രം കൊണ്ട് ഹോമിച്ചാലും സ്വയംവര ഹോമം നടത്തിയതിന് തുല്യം തന്നെയാണ്, വിവാഹം നടക്കും. അല്ലെങ്കിൽ സ്വയംവര ഹോമം കഴിച്ച് അതിൻ്റെ സമ്പാദം ഒരു 21 ദിവസമൊക്കെ വെറും വയറ്റിൽ കഴിക്കണം. മത്സ്യമാംസാദികളൊന്നും കഴിക്കരുത്. പിന്നെ ദേഹരക്ഷയായിട്ട് സ്വയംവര യന്ത്രം എഴുതി കെട്ടും, ദേഹരക്ഷയായിട്ട്. അതും വിവാഹ കാര്യത്തിന് ഏറ്റവും നല്ലതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഗുരുവായൂർ 7 പ്രാവശ്യമൊക്കെ 7 മാസം തുടർച്ചയായിട്ട് പോകുന്നതിൻ്റെ ഉള്ളിലൊക്കെ വിവാഹം നടന്ന ഇതുണ്ട്. പിന്നെ വ്രതങ്ങളിൽ ഏറ്റവും ശക്തിയുള്ള വ്രതമാണ് ഷഷ്ടി. ഷഷ്ടി എടുത്ത് സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും വിവാഹ കാര്യത്തിന് ഏറ്റവും നല്ലതാണ്. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. സ്ത്രീകളിലാണെങ്കിൽ ഏറ്റവും പ്രധാനം തിങ്കളാഴ്ച വ്രതം തന്നെയാണ്. തിങ്കളാഴ്ച വ്രതം എടുത്തിട്ട് അതെടുക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഞായറാഴ്ച മുതൽ ഈ പറഞ്ഞതുപോലെ മത്സ്യമാംസാദികളൊന്നും കഴിക്കരുത്. പിന്നെ ഒരു നേരം അരിയാഹാരം കഴിക്കുക. തിങ്കളാഴ്ച രാവിലെ ശിവക്ഷേത്രത്തിൽ പോയി തൊഴുത് പറ്റുമെങ്കിൽ അന്ന് ഭക്ഷണം കഴിക്കാണ്ട് നിന്ന് വൈകുന്നേരം അത്താഴപൂജയുടെ സമയത്ത് ഭഗവാന് നിവേദിച്ച് എന്തെങ്കിലും പ്രസാദം കഴിച്ചതിന് ശേഷം ഭക്ഷണം കഴിച്ച് അങ്ങനെ തിങ്കളാഴ്ച വ്രതം എടുത്തു കഴിഞ്ഞാൽ യോജിച്ച ഭർത്താക്കന്മാരെ കിട്ടുന്നതാണ് പറയുക സ്ത്രീകൾക്ക്. ഇപ്പം പല സങ്കല്പങ്ങളുണ്ടാവുമല്ലോ, അതിനൊക്കെ യോജിച്ച തരത്തിലുള്ള ഭർത്താക്കന്മാരെ കിട്ടും. പിന്നെ ഈ തിരുവാതിര നോയമ്പായിട്ട് എടുക്കുന്നത്, ധനുമാസത്തിലെ തിരുവാതിര, അതിൻ്റെ കുറച്ച് ദിവസം മുമ്പേ തുടങ്ങണം. പഴയ കാലത്തൊക്കെ നമ്മളൊക്കെ ഈ നമ്പൂതിരിമാരുടെയൊക്കെ തറവാട്ടിൽ അതിൻ്റെ കുറച്ച് ദിവസം മുമ്പേ സ്ത്രീകൾ താലമൊക്കെ എടുത്ത് എന്താ പറയുക അഷ്ടമംഗലം ഇതൊക്കെ എടുത്ത് പോയി പാർവതി ചെയ്തതുപോലെ ശിവനെ പ്രാർത്ഥിക്കുന്ന രീതിയൊക്കെ ഉണ്ട്. എന്നിട്ട് തിരുവാതിരയുടെ അന്ന് ഈ പറഞ്ഞ പോലെ നോയമ്പായിട്ട് ഒരു ദിവസം മുഴുവൻ ഉറക്കൊഴിഞ്ഞ് പ്രാർത്ഥിക്കുന്ന രീതിയൊക്കെ ഉണ്ട്. അതൊക്കെ ഈ പറഞ്ഞതുപോലെ യോജിച്ച ഭർത്താക്കന്മാരെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന രീതിയുണ്ട്. ഇതൊക്കെ ചെയ്യാം. അപ്പോൾ ഓരോരുത്തർക്ക് പറ്റുന്ന രീതിയിൽ, അതായത് ശിവനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരാണ് ശിവനെ പ്രാർത്ഥിക്കുക. മഹാവിഷ്ണുവിന് ഇതുപോലെ ഗുരുവായൂരൊക്കെ പോയി തൊഴുക, അതും ഏറ്റവും നല്ലതാണ്. പിന്നെ സ്വയംവര ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ ഒരു പൂജ ചെയ്യുന്ന ആളെടുത്തോ പോയി ചെയ്യാനാണ് ഉദ്ദേശം വെച്ചാൽ സ്വയംവര ഹോമമാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പം തിരുവാതിര വരാൻ പോവുകയാണ്. ധനുമാസത്തിലെ തിരുവാതിര. ഇപ്പം ആയി കുറച്ച് ദിവസം. അതെയാ? ഓ, തിരുവാതിരയുടെ അന്നാണ്. അപ്പം പാർവതിയാണ്, സ്വയംവര മൂർത്തിയായിട്ടുള്ള പാർവതി ആണ്. കാരണം നമ്മൾ അതിന് ഏറ്റവും ശിവനെ കിട്ടാൻ വേണ്ടി പാർവതി എങ്ങനെയാണോ പ്രാർത്ഥിച്ചത് അതുപോലെ ചെയ്താൽ മതി. പിന്നെ ഈ നവരാത്രിയുടെ സമയത്ത് ശിവനെ കിട്ടാൻ വേണ്ടിയിട്ട്
ഓരോ ദിവസം ഓരോ മൂർത്തിയായിരുന്നല്ലോ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് 9 ദിവസം. അതിൽ ഒന്ന് ബ്രഹ്മചാരിണി എന്ന് പറഞ്ഞ ഭാവമാണെന്നാണ് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ. പാർവതി വെളുത്ത വസ്ത്രമൊക്കെ ധരിച്ച് ശിവനെ കിട്ടാൻ വേണ്ടി, ശിവനെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച രീതിയുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ തപസ്സായിട്ട് തന്നെ പ്രാർത്ഥിക്കണം എന്നാണ് പറയുക. എന്നാൽ നമ്മൾ യോജിച്ച പോലെ. കാരണം എന്താ വെച്ചാൽ പിന്നെ അങ്ങോട്ടുള്ള കുടുംബത്തിൽ നമ്മളൊരു പുതിയതായിട്ടുള്ള ഒരാളെ ആണല്ലോ വിവാഹത്തിലേക്ക്, പുതുജീവിതമാണല്ലോ. അപ്പോൾ നമുക്കറിയില്ല നമ്മളായിട്ട് യോജിക്കുക എന്നൊക്കെയുള്ളത്. അപ്പോൾ നമ്മളെ മനസ്സിനും എല്ലാം കൊണ്ടും യോജിച്ച ഒരാളെ കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാനെ പാർവതിയൊക്കെ പ്രാർത്ഥിക്കുക, മഹാദേവനെയും പ്രാർത്ഥിച്ചാൽ അതുപോലെ കിട്ടുന്നതായിരിക്കും, സംശയമില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി വഴിപാടുകൾ കാര്യങ്ങളൊക്കെ നേരും. അപ്പം വിവാഹശേഷം ഇത് വിവാഹം നടന്നു കഴിഞ്ഞിട്ട് ഈ ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്തില്ലെങ്കിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ. അതിപ്പോൾ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ അറിയോ, നമ്മളിപ്പോൾ നമ്മളൊക്കെ തെറ്റായ ഒരു രീതിയുണ്ട്. ഈശ്വരൻ ഇപ്പോൾ അല്ലെ ഭഗവാൻ നമ്മൾ ഒരു വഴിപാട് ചെയ്യാം നേർന്നിട്ട് അത് ചെയ്തിട്ടില്ലെങ്കിൽ വന്ന് അപ്പം തന്നെ ഉപദ്രവിക്കുന്ന ഒരാളാന്നൊക്കെയുള്ള തെറ്റ് ക്ഷമയുടെയൊക്കെ അങ്ങേയറ്റാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, അമ്മ ഇപ്പം അമ്മയ്ക്കൊരു കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ അല്ലെ നമ്മളെന്ത് തെറ്റ് ചെയ്താൽ സാരമില്ല മോനേന്നേ പറയുള്ളൂ. അതേപോലെ ഒരു സ്നേഹമുള്ള ഒരാളാണ് ഈശ്വരൻ. അപ്പം നമ്മളിപ്പം ഒരു കാര്യം പറഞ്ഞത് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങേയറ്റം ക്ഷമിക്കും. എന്നിട്ടും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ചില ഓർമ്മിപ്പിക്കലുകൾ ഉണ്ടാവും. അതൊക്കെ കൂടെ നമുക്ക് ഓർമ്മ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും മിക്കവാറും. പിന്നെ ഇതിൽ ചില അമ്പലങ്ങളിൽ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയത്, തിരുമാന്താംകുന്നിലൊക്കെ മംഗല്യ പൂജയൊക്കെ ഉണ്ട് വിവാഹം നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചില വിശേഷമായിട്ട് ചില സ്ഥലത്ത് ഉണ്ടല്ലോ. അപ്പോൾ അതുപോലത്തെ സ്ഥലത്ത് ചില പ്രത്യേക പ്രദേശങ്ങളിൽ അവിടുത്തെ വഴിപാടുകളൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതുപോലെയും ചെയ്താലും നല്ലതാണ് വിവാഹ കാര്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ തിരുവഞ്ചിക്കുളത്ത് പള്ളിയറ ഉണ്ട്. രണ്ടുപേരെയും കൂടെ ശിവനെയും പാർവതിയെയും ഈ പൂജ കഴിഞ്ഞ അത്താഴ പൂജ കഴിഞ്ഞാൽ അല്ലേ വിവാഹം വേഗം നടക്കാൻ വേണ്ടിയിട്ട് പള്ളിയറ കണ്ടിട്ടുണ്ട്. അതുപോലെ വേറെ ഏതൊക്കെ ക്ഷേത്രങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഒരു ജില്ലയിലുള്ളവരായിരിക്കില്ലല്ലോ കാണുന്നത്, സാറിൻ്റെ അറിവിലുള്ള വേറെ ഏതൊക്കെ ക്ഷേത്രങ്ങളാണ് വേഗം വിവാഹം നടക്കാൻ വേണ്ടിയിട്ടുള്ളത്? നമ്മളെ നാട്ടിൽ ഒരു കടമേരി പരദേവതാ ക്ഷേത്രമുണ്ട്. അവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ തറവാടൊക്കെ ആയിട്ട് വളരെ ബന്ധമുള്ള ഒരു അമ്പലമാണ്. അവിടുത്തെ പാർവതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അശ്വാരൂഢയായിട്ടുള്ള പാർവതിയാണ്, കുതിരപ്പുറത്തുള്ള ഭഗവതിയാണ്, ശിവനോട് കൂടെ ചേർന്നിട്ടുള്ള. അവിടെ പോയി തൊഴുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വിവാഹ വിഷയത്തിന് വളരെ നല്ലതാണ്. പിന്നെ ഈ അശ്വാരൂഢ മന്ത്രം തന്നെ വളരെ പ്രത്യേകതയുള്ള മന്ത്രമാണ്. അശ്വാരൂഢ മന്ത്രം ജപിച്ചീടിൽ വിശ്വത്തെ ജയിച്ചിടാന്ന് വരെ പറയും. അതായത് ലോകത്തിൻ്റെ മുമ്പിൽ നമുക്ക് രാജാവായിട്ട് ജീവിക്കാമെന്നാണ് പറയുന്നത്. കാരണം എന്ത് കാര്യവും സാധിക്കും. ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക് ഏറ്റവും നല്ലൊരു മന്ത്രമാണ് അശ്വാരൂഢ മന്ത്രം. ഗണപതി ഹോമത്തിലൊക്കെ മുക്കുറ്റി ഈ അശ്വാരൂഢ മന്ത്രം കൊണ്ട് ഹോമിക്കും. അത് വിവാഹം നല്ല എന്ത് കാര്യത്തിനും നല്ലതാണ്. പ്രധാനമായിട്ടും ജോലിക്ക് വേണ്ടിയിട്ട് ഈ അശ്വാരൂഢ മന്ത്രം മുക്കുറ്റി കൊണ്ട് ഹോമിക്കുന്നതും പിന്നെ ഈ മന്ത്രം ജപിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ അമ്പലത്തിൽ പാർവതി അശ്വാരൂഢയായിട്ടാണ്, ഉമാമഹേശ്വരനായിട്ട് ശിവനോട് കൂടെയുള്ള ഭഗവതിയാണ്. അവിടെ പോയി പ്രാർത്ഥിച്ചാൽ വളരെ നല്ലതാണ്. അതുപോലെ ഇപ്പോൾ അശ്വം എന്ന് പറഞ്ഞാൽ കുതിരയാണ്. കുതിരയുടെ ഫോട്ടോ വെക്കുന്നതും ആ ഒരു ബിംബം സൂക്ഷിക്കുന്നതും ഒക്കെ നമുക്ക് സർവൈശ്വര്യം നൽകും എന്ന് പറയുന്നത് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ചില ദേശത്തിൻ്റെ ഒക്കെ ആചാരമാണ്. എല്ലാ സ്ഥലത്തേക്കും അത് ഞാൻ കേട്ടിട്ടില്ല. ചില സ്ഥലങ്ങളിൽ പറയുന്നതാണ്. വേറെ ചിലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം ചില വീടുകളിലൊക്കെ ഗേറ്റിൻ്റെ 2 സൈഡിൽ സിംഹത്തിനെ വയ്ക്കും. അത് മോശമാണെന്ന് പറയുന്നതും കേട്ടിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും നമ്മളിപ്പോൾ ഒരു പുതുതായിട്ടൊരു സ്ഥലം വാങ്ങുക അല്ലെങ്കിൽ അവിടെ വീടുണ്ടാക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല തച്ചുശാസ്ത്രം അറിയുന്ന ഒരാളെ കൊണ്ട് ആ സ്ഥലം പരിശോധിച്ച് കൃത്യമായ കണക്കിൽ കുറ്റിയടിച്ചിട്ട് വേണം ഒരു ഗൃഹം ഉണ്ടാക്കാൻ. കാരണം അങ്ങനെ അല്ലെങ്കിൽ ആ കണക്കിൽ വ്യത്യാസം വരുമ്പോൾ, കാരണം ഈ കണക്കിൽ വ്യത്യാസം അനുസരിച്ച്, അതായത് ബാല്യമുണ്ട്, യൗവനം, കൗമാരം, അങ്ങനെ ഓരോ കണക്കുകളുണ്ട്, വാർദ്ധക്യമുണ്ട്. അപ്പോൾ ഈ വാർദ്ധക്യത്തിലൊക്കെ ചിലപ്പോൾ ഒരു വീടൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം ദുരിതമൊക്കെ ആവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ കണക്കിലാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും പ്രധാനം ഏത് കാര്യമാണെങ്കിലും. ഈ ഓരോ ശില്പങ്ങളും ഇതൊക്കെ വെക്കുകയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ തച്ചുശാസ്ത്ര ഇത് അനുസരിച്ച് കൃത്യമായിട്ട് ചെയ്തൊരു ഗൃഹത്തിൽ നമ്മൾ താമസിക്കാവും. ഏറ്റവും പ്രധാനം കൃത്യമായിട്ട് വായു സഞ്ചാരം ഉണ്ടാവണം. അതാണ് സൂത്രം
സൂത്രം കറക്റ്റായിരിക്കണം എന്ന് കേട്ടിട്ടില്ലേ? വീടിന് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്കുള്ള വായു സഞ്ചാരം കൃത്യമാവാൻ വേണ്ടിയിട്ടാണ്. പഴയ തറവാടിനൊക്കെ നോക്കിയാൽ കൃത്യമായിട്ടുള്ള അത് കാണാൻ പറ്റും. കിഴക്കോട്ട് മുകളിലാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തും ജനലോ വാതിലോ ഉണ്ടാവും, തെക്ക് വടക്കും ഉണ്ടാവും. പിന്നെ ഒരു ഇതുപോലെ നോക്കുകയാണെങ്കിൽ കന്നിമൂലയിലൊക്കെ ബാത്റൂമൊക്കെ ഉണ്ടായ ദുരിതമാണെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ കിണറാണെങ്കിൽ ഈശാന കോണിലാണ് ഏറ്റവും ഉത്തമം. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ തെക്ക് ഭാഗം ഉയർന്നതും വടക്ക് ഭാഗം താണതുമായിട്ടുള്ള സ്ഥലത്താണ് വീടുണ്ടാക്കേണ്ടതെന്ന് പറയും. അതൊക്കെ നോക്കി ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ദുരിതങ്ങൾ മാറിക്കിട്ടും. പക്ഷേ നമ്മൾ ഭൂമി തിരഞ്ഞെടുക്കുമ്പോൾ ശ്മശാന ഭൂമിയോ അമ്പലം നശിച്ചതോ അല്ലെങ്കിൽ ഇല്ലപ്പറമ്പ് നശിച്ചതോ ഒന്നും ആയ സ്ഥലം തിരഞ്ഞെടുക്കരുത്. അത്രയേ ഉള്ളൂ. താങ്ക് യു. ജ്യോതിഷ പണ്ഡിതൻ ശ്രീ പ്രസാദ് ഏറാഞ്ചേരിയുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ശ്രീ പ്രസാദുമായി ABC മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.